വാലിബൻ ആത്മീയ ഗുരുവോ? ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വാലിബൻ ആത്മീയ ഗുരുവോ? ലിജോ കാത്തുവച്ചത് എന്തൊക്കെ? പുതിയ അപ്ഡേറ്റ് വൈറലായി മാറിക്കഴിഞ്ഞു. മോഹൻലാലിനൊപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തുമ്പോൾ മലയാള സിനിമയിൽ വലിയൊരു അത്ഭുതം തന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ എല്ലാവരും ഉള്ളത്. ഏറെ ഹൈപ്പ് ലഭിച്ച ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ആരാധകർ ആഘോഷമാക്കാറുണ്ട്. മോഹൻലാലിന്റെ എൻട്രിയിൽ തിയേറ്റർ കുലുങ്ങുമെന്നാണ് ചിത്രത്തിന്റെ സഹസംവിധായകൻ കൂടിയായ ടിനു പാപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു വെച്ചത്. മോഹൻലാലിന്റെ എൻട്രിയിൽ തിയേറ്റർ കുലുങ്ങുമെന്നാണ് ചിത്രത്തിന്റെ സഹസംവിധായകൻ കൂടിയായ ടിനു പാപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞിരുന്നത്. ക്രിസ്മസ് ദിനത്തിൽ സ്പെഷ്യൽ പോസ്റ്ററുമായി എത്തിയിരിക്കുകയാണ് വാലിബൻ ടീം. ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഇനി 30 ദിനങ്ങൾ മാത്രമാണുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരാധകർക്ക് ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയ ആ പോസ്റ്ററിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. വാലിബന് ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നതായിട്ടാണ് പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുക. നേരത്തെ പുറത്തുവിട്ട ടീസറും ഗാനവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രെൻഡിംഗ് ആയതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്ററും ഗംഭീര രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട സിനിമയായി മാറും വാലിബൻ എന്നാണ് പ്രേക്ഷകരും സിനിമാ നിരൂപകരും ഒപ്പം തന്നെ ലാൽ ആരാധകരും കണക്ക് കൂട്ടുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. കൈകളിൽ വലിയൊരു വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ലുക്കിൽ ലാലേട്ടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. മോഹൻലാലിന്റെ നായികയായ ചിത്രത്തിൽ മറാഠി നടി സൊണാലി കുൽക്കർണി എത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട്. ഹരീഷ് പേരടി, ഹരിപ്രശാന്ത് വർമ്മ, മണികണ്ഠൻ ആചാരി, സുചിത്ര നായർ, മനോജ് മോസസ്, ബംഗാളി നടി കഥാനന്ദി തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങളായി എത്തുന്നുണ്ട്. ഏതായാലും മലൈക്കോട്ടെ വാലിബൻ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ചിത്രത്തിൽ അദ്ദേഹം 2 റോളുകളാണ് കൈകാര്യം ചെയ്തതെന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഡബിൾ റോൾ ആയിരിക്കും അദ്ദേഹം എത്തുക എന്നുള്ള രീതിയിലുള്ള സംസാരവും എങ്ങും കേൾക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, അതെല്ലാം ഊഹാപോഹങ്ങളാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ കഥകളും അല്ലാത്ത കഥകളുമൊക്കെ ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാം ഊഹം മാത്രമാണ്. ചിത്രം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ എന്താണ് വാലിബനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അഘോരി ലുക്കിലുള്ള ലാലേട്ടനെ കാണുമ്പോൾ അഘോരികളിൽ ഒരാളായ ജ്ഞാനിയായ ദിവ്യനായ സിദ്ധനായ ഒരു കഥാപാത്രത്തെയാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്ന ലാലാരാധകരുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ലാലേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ചിരിക്കുക. ഏതായാലും ചിത്രം ഇറങ്ങട്ടെ. ഇനി ഏതാനും നാളുകൾ കൂടിയേ ഉള്ളൂ വാലിബന്റെ ആ വലിയ പ്രകടനങ്ങൾ കാണാൻ. മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്കമാലി ഡയറിയും ലാൽ ആരാധകരോടൊപ്പം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.